ഹലോ, എല്ലാവർക്കും ഉമാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് പച്ച ചെമ്മീൻ കറിയാണ് കേട്ടോ, വറുത്തരച്ച. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 1 കിലോ ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെമ്മീൻ തോടൊക്കെ കളയുമ്പോൾ അതിൻ്റെ പിറകിലത്തെ ഒരു നാരുണ്ടാവും, അതൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ വേണ്ടുന്നതാണ് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 10-20 ചെറിയ ഉള്ളി, 2 നല്ല പഴുത്ത തക്കാളി, പിന്നെ ഒരു വലിയ മുരിങ്ങക്കായ കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് മസാലക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അതിനായി ഞാൻ അര കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 4-5 മണി ഉലുവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടുന്നതാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറയെ പറങ്കിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് പിന്നെ കാശ്മീരി മുളക് പൊടിയോ നല്ല എരിവുള്ള മുളക് പൊടി രണ്ടും തമ്മിൽ മിക്സ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, അതേ സ്പൂണിൽ തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ചൂടായി വന്നിട്ടുണ്ട്. പാത്രം നല്ലതുപോലെ ചൂടായതുകൊണ്ട് വെളിച്ചെണ്ണയും പെട്ടെന്ന് ചൂടാവും. ഇനി നമ്മൾക്ക് എടുത്തു വെച്ച ജീരകവും തേങ്ങയും ഉലുവയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിയാതെ തന്നെ നമ്മൾക്ക് ഇതൊന്ന് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരുവത്തിലാണ് ഇത് റോസ്റ്റ് ആയി എടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. തീ കുറച്ചതിന് ശേഷം മസാലപ്പൊടി ഇട്ടാൽ മതി. മല്ലിപ്പൊടി, പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂട് നന്നായി നിൽക്കുന്നത് കൊണ്ട് ഇനി തീയുടെ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്കിതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾക്ക് ചെമ്മീൻ കറി വെക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ചെമ്മീനും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ എടുത്തത് ഒരു വളരെ ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. കണ്ടില്ലേ, അതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളി എടുക്കാൻ പാടില്ല, വളരെ കുറച്ച് പുളിയേ എടുക്കാൻ പാടുള്ളൂ. അപ്പം അതിന് നമ്മൾക്ക് അതിലേക്ക് പിന്നെ അതിൻ്റെ അരപ്പ് കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിനി കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇച്ചിരി കൂടെ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും ആദ്യം ഞാൻ ഒരു ഇച്ചിരിയല്ല കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതൊന്ന് പിന്നെ ആ പാകമുള്ള ഗ്രേവിയിൽ നമ്മൾക്ക് കറി റെഡിയാക്കി എടുക്കാം.
അപ്പോൾ കറി ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 3-4 മിനിറ്റ് കൂടി തിളച്ചാൽ നമ്മുടെ ചെമ്മീനും മുരിങ്ങാക്കായുള്ള കറി റെഡിയായി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീനും മുരിങ്ങാക്കായും ഉള്ള കറി റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് ഗ്രേവിയൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി ഇരിക്കും തോറും ഇച്ചിരി കട്ടിയായി വന്നോളൂ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവിട്ട് കൊടുക്കാനായി ഞാൻ പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വറവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വറവൊക്കെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്നെ മുരിങ്ങാക്കായും പിന്നെ ചെമ്മീനും കൊണ്ടുള്ള വറുത്തരച്ച നല്ല ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.